നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ സുദർശന ജ്യോത്സ്യർ കവലയൂർ. സുദർശന അസ്ട്രോളജിയുടെ വ്യാഴമാറ്റം എങ്ങനെ എന്നുള്ളതിനെപ്പറ്റി രാശിയിൽ ഓരോ രാശിക്കാർക്കുണ്ടാകുന്ന ഫലങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മാദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ മേടൻ രാശിയുടെ ഫലം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇടവൻ രാശി, അതായത് കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ അരയുമായിരിക്കുന്ന ഇടവൻ രാശിയുടെ ഫലമാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നമുക്ക് അത്ര അനുകൂലമായിട്ടല്ല നമുക്ക് ജന്മരാശിയുടെ ഫലം. വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനയന്തിം മരണഭീതിം വാ എന്നൊക്കെയുള്ള ഫലങ്ങൾ ജന്മത്തിൽ വ്യാഴം നിന്നാൽ പറയുന്നുണ്ട്. മാത്രമല്ല അവർക്ക് കണ്ടകശനിയും കൂടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ടകശനിയുടെ ഏകദേശം 1.25 വർഷത്തോളം ഉണ്ട്. അപ്പോൾ ജന്മത്തിലെ വ്യാഴം കൂടെ വരുമ്പോൾ അത്ര സുഖകരമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാകണമെന്നില്ല. സുതാര്യമായിട്ട് കാര്യങ്ങൾ പോകാൻ സാധ്യതകൾ കുറവാണ്. അപ്പോൾ അത് നമുക്ക് തൊഴിൽ രംഗത്തുണ്ടാകുന്നതായ ഒരു ശോഷണീയമായ ഒരവസ്ഥയും ആരോഗ്യരംഗത്ത് വരുന്നതും, ഒരുപക്ഷെ ആരോഗ്യം വളരെ മോശമായിട്ടൊന്നുമില്ലെങ്കിൽ പോലും ചില ഇല്ലാത്ത കാര്യങ്ങളുണ്ടാവുകയോ അല്ലെങ്കിൽ ഉള്ളത് ചിലപ്പോൾ വർദ്ധിക്കുകയോ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ധനപരമായ വിഷയങ്ങളിൽ നമുക്ക് അല്പം ദോഷപരമായ കാര്യങ്ങൾ വരണം. തൊഴിൽ രംഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതും ബിസിനസ്സിലോ അല്ലെങ്കിൽ പുതിയ രംഗത്തോ നിങ്ങൾ കയറി തൊഴിൽ രംഗത്ത് പുതിയതായിട്ടൊന്നും തുടങ്ങാനോ ഉദ്ദേശിക്കരുത്. അപ്പോൾ തൊഴിൽ രംഗത്ത് തന്നെ മാത്രമല്ല, പുതിയതായിട്ട് തുടങ്ങുക മാത്രമല്ല, നമ്മൾ നിലനിന്ന് ഏതെങ്കിലും ഒരു ജോലിയിൽ ഇരിക്കുന്നവർ അടുത്ത ജോലിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിശേഷിച്ചും ഈ കൂട്ടത്തിൽ ശനിയുടെ കാര്യങ്ങളൊന്ന് പറയുമ്പോഴേ രവിസുത ശശിനോ വിനർഗമസ്തു എന്നുള്ളതുകൊണ്ട് ശനിയെല്ലാം രാശിയിൽ നിന്ന് പോകാൻ തയ്യാറെടുക്കുമ്പോൾ കൂടുതൽ ദോഷങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അവിടെ ഉള്ളത് മറ്റുള്ള രാശിക്കാർക്ക് ചെയ്യുന്നത് പോലെ അത്ര ദോഷം ചെയ്യില്ല എന്ന് പറയാം. കാരണം ശനി മൂലക്ഷേത്ര ബലവും കൂടെ ഉള്ളതുകൊണ്ട് ഇത്തിരി സബ്സിഡി ഇട്ട് പോകുമെന്ന് പറയാം. അപ്പോൾ ജന്മവ്യാഴം വരുന്നത് നേരത്തെ നമുക്ക് സാമ്പത്തിക രംഗത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ, ആർക്കെങ്കിലും കയ്യിൽ നിന്ന് ധനം പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടാനുള്ള ധനങ്ങൾ കിട്ടാതിരിക്കുകയും വാക്കുകൾ പാലിക്കാതിരിക്കാനും പിന്നെ ബന്ധുമിത്രാദികളിൽ നിന്ന് നമുക്ക് വേണ്ടുന്നതായ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനും ചിലപ്പോൾ അവർ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വിരോധാവസ്ഥയിലേക്കൊക്കെ വരാനും, പിന്നെ അതുപോലെ തന്നെ വിവാഹ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആ ദാമ്പത്യ ജീവിതമോ അല്ലെങ്കിൽ കേസുകളോ മറ്റ് വ്യവഹാരങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്നവരെ സംബന്ധിച്ചൊരു പൂർണ്ണമായിട്ട് നമുക്കതിനൊരു പരിഹാരം ഉണ്ടാകാതെ നീണ്ടുപോകാനോ ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ്. അപ്പോൾ പുതിയ പദ്ധതികളെല്ലാം ചിലത് നമുക്ക് കിട്ടിയെന്ന് വരും. പുതിയ പദ്ധതികളെന്ന് പറയുമ്പോൾ ഏതെങ്കിലും കോൺട്രാക്ട് പണികളിലോ മറ്റോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ബിസിനസ്സോ ഒക്കെ ചിലത് നമുക്ക് കിട്ടിയെന്ന് വന്നിരുന്നാൽ തന്നെയും ആ സാമ്പത്തിക നില ഭദ്രമാക്കുന്നതിലോ അല്ലെങ്കിൽ നമുക്കത് ബാലൻസ് വയ്ക്കാനോ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്നുള്ളൊരു ദോഷവും കൂടി ഇതിനകത്ത് വരും. അപ്പോൾ കടം കൊടുക്കാതിരിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കുക. കൊടുത്താൽ നിങ്ങൾ അത് ശത്രുവാകാനുള്ള യോഗവും ഈ പറയുന്നതായ രാശിക്ക് ഈ സമയത്ത് വ്യാഴം ചെയ്യുന്നതാണ്. അപ്പോൾ വിത്തക്ഷയം എന്ന് പറയുന്നത് ധനനാശം എന്നാണ്. പ്രവാസം എന്ന് പറഞ്ഞാൽ വീട് വിട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പോയേ തീരൂ എന്നുള്ളത് പോകണം. പക്ഷേ അവിടെ നമുക്ക് അതിനുള്ള ദൈവാനുഗ്രഹവും കൂടെ വരുത്തിക്കൊണ്ട് പൊയ്ക്കൊള്ളണം. വ്യാഴന് വേണ്ടുന്ന ദൈവീക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊള്ളുക. അപ്പോൾ വ്യാഴം തത്ര മഹാവിഷ്ണു എന്നുള്ളതുകൊണ്ട് വിഷ്ണു പൂജ പ്രധാനമായിട്ട് ചെയ്യണം. വിഷ്ണു സഹസ്രനാമം ജന്മനക്ഷത്ര തോറും വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. സ്വന്തമായി അത് ചൊല്ലാൻ കഴിയുന്നുണ്ടല്ല അത് ചെയ്യാം. അപ്പോൾ വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ, രോഗം എന്ന് പറയുന്നത് ആ രോഗം നിലവിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾ ചിലപ്പോൾ ഒത്തിരി കൂടി വരാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ആശുപത്രി സഹായം, ഡോക്ടറുടെ സഹായമൊക്കെ ചെയ്യേണ്ടുന്നൊരു അവസരമാണ് ആ സമയത്ത്. പിന്നെ അതുപോലെ ചിലർക്ക് മൂത്രാശയ സംബന്ധമായ ചില രോഗങ്ങളെ ഉണ്ടാക്കിയുള്ള സാധ്യതകൾ അതിനകത്തുണ്ട്. അതുമാത്രമല്ല ആ സമയത്ത് തന്നെ നമുക്ക് ചില വ്യക്തികളിൽ നിന്നും ചില വിരോധങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ട യോഗവും ഇതിനകത്തുണ്ട്. അപ്പോൾ ഭാര്യ, ബന്ധുക്കൾ, അപ്പോൾ അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ മാത്രമല്ല സന്താനങ്ങൾ, ഇവരിൽ നിന്നൊക്കെ നമുക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരുപക്ഷെ അവർ എന്തെങ്കിലും ചെറിയ വിസ്താരമായ കാര്യങ്ങൾക്ക് പോലും അതൊരു വിരോധാവസ്ഥയിലേക്ക് പോകേണ്ട സാധ്യത കൂടി ഇതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തൊഴിൽ രംഗത്ത് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും ബിസിനസ് കാര്യങ്ങളിലും നമ്മൾ പ്രത്യേകം ഒരു ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക്
ശാരീരിക മാനസികമായിരിക്കുന്ന ഗുണങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ഗുണകരമായിട്ട് പറയാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഇപ്പം നിലവിൽ ഈ ജന്മരാശിയിൽ വ്യാഴം വരുന്നത്. കണ്ടകശനിയും ജന്മവ്യാഴവും ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോഴത്തേക്ക് അല്പം ദോഷമുണ്ടെന്ന് സാരം. ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബക്ഷേത്ര ഭജനവും പ്രാർത്ഥനകളും ശനീശ്വര പൂജയും ശനിയാഴ്ച തോറും ഉണ്ടാകുന്ന അഷ്ടോത്തര ശതനാമം ശനീശ്വര പൂജ ഇതൊക്കെ നടത്തിക്കൊള്ളണം. ശാസ്താവിന് അഷ്ടോത്തര ശതനാമാവലി പുഷ്പാഞ്ജലിയും പായസ നിവേദ്യവും നീരാഞ്ജനവും കഴിപ്പിക്കുന്നതും ആ കണ്ടകശനിയുടെ ഫലത്തിന് നല്ലതാണ്. വൈഷ്ണവമായിരിക്കുന്ന പ്രധാനമായിട്ട് ഈ ഒരു വർഷം വ്യാഴം ജന്മരാശിയിൽ വന്ന് നിൽക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ വൈഷ്ണവമായ ആരാധനകളും ചെയ്തു കൊള്ളുക. പിന്നെ മഞ്ഞപുക്ഷനാഗം എന്ന് പറയുന്ന രത്നവും നിലവിൽ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടെ വ്യാഴഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തി പൂജ ചെയ്ത് ഒന്ന് ധരിപ്പിക്കുക. അല്ലെങ്കിൽ പുതിയതായിട്ടൊന്ന് ശരിയാക്കി നമ്മൾ ധരിക്കണം. വിശേഷിച്ചും വ്യാഴദശ ഏതെങ്കിലും വ്യാഴദശയാണ് ഒരാൾക്ക് നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വ്യാഴൻ്റെ അപഹാരമോ മറ്റോ നടക്കുകയാണെങ്കിൽ അത് നമ്മൾ ഈ പറയുന്ന കണക്ക് ഉള്ള പരിഹാരങ്ങൾ സത്യന്താപേക്ഷിതമായിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോവുക. അപ്പോൾ നമുക്ക് ദോഷങ്ങളാണെങ്കിൽ പോലും അത് ഗുണകരമായിട്ട് വരും. അഥവാ ഗുണം നമുക്ക് ലഭിച്ചില്ല എങ്കിൽ പോലും ദോഷത്തിൻ്റെ ഗൗരവം നമുക്കത് കുറച്ച് കിട്ടാൻ ഇടവരുത്തും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ രോഗശാന്തിക്ക് വേണ്ടി രോഗങ്ങൾ മറ്റോ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഈ പറഞ്ഞ പരിഹാരം ചെയ്യുമ്പോൾ അക്കാര്യത്തിൽ നമുക്ക് കൂടുതൽ ശിവന് ധാര പിന്നെ അഷ്ടാഭിഷേകം മുതലായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് ഈ സന്ദർഭത്തിൽ നല്ലതാണ്. എന്തായാലും വ്യാഴനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ വ്യാഴം തത്ര മഹാവിഷ്ണു എന്നുള്ളത് കൊണ്ട് വിഷ്ണു തന്നെയാണ് പ്രധാനമെങ്കിലും രോഗശാന്തിക്ക് ധന്വന്തരമൂർത്തിയെ കൂടി ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നതും എടുക്കുന്നതും നമുക്ക് നല്ലതായിരിക്കും. ഭാഗവതാദി പുരാണ ഇതിഹാസങ്ങളൊക്കെ ചെയ്യാം. അതെല്ലാം നമ്മൾ പിന്നെ നമുക്ക് ഈ എല്ലാം ദൈവാനുകൂല്യം ഒന്നത്രേ സർവത്ര വിജയപ്രദം എന്നുള്ളത് കൊണ്ട് കാലദോഷങ്ങൾ നമുക്കുണ്ട് അല്ലെങ്കിൽ അതാണ് അനുഭവിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോലും നമുക്കൊരു ദൈവാനുഗ്രഹം വേണ്ടതാണ്. അപ്പോൾ ഇതും കൂടെ വന്നു കഴിഞ്ഞാലോ തീർച്ചയായിട്ടും നമ്മൾ ആ കാര്യത്തിൽ കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം സുതാര്യത ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ദോഷകരമായ അനുഭവങ്ങൾ അതിനകത്ത് കൊണ്ടുവരും. അപ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ വഞ്ചിച്ച് പണം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ സമ്പത്ത് ആ കാലദോഷം കൂടെ വരുന്ന സമയത്ത് അതിനെ കൂടിപ്പോകാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ ദിനേശാത്മജോ വഞ്ചന എന്നാണ്. അപ്പോൾ ഈ ശനി നമുക്ക് 10 നിൽക്കുമ്പോഴും ആ കണ്ടകശനിയും തൊഴിൽപരമായിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മളെ വഞ്ചിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് സാരം. അവിടെ നമ്മൾ പണം കൂട്ടും ബിസിനസ്സുകളും കാര്യങ്ങളും ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവുക എന്നുള്ളതാണ്. ഈ വ്യാഴനിസം വിത്തക്ഷയം പ്രവാസാൻ രോഗം ജനയന്ത്യം മരണഭീതി അപകടങ്ങൾ എന്തെങ്കിലും വന്നു പോകാതെ നോക്കേണ്ടത്. അപ്പോൾ അത് ആ അപകടങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ദൈവാധീനത്തിൻ്റെ ഈ പ്രധാനമായിട്ടും വിഷ്ണു പൂജയും കാര്യങ്ങൾക്കും ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ആരോഗ്യകരമായിരിക്കും വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാത്രമുള്ള വിദ്യാർത്ഥികളെല്ലാം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ഈ പറഞ്ഞ ചില കാര്യങ്ങളെല്ലാം നീണ്ടുപോവുക, പ്രതീക്ഷിക്കുന്ന സമയത്ത് അത് ലഭിക്കാതെ പോവുക, അങ്ങനെയൊക്കെ വരേണ്ട സാധ്യത കയ്യിൽ കിട്ടുന്നത് തന്നെ നമുക്ക് ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോവുക, ഇങ്ങനെയൊക്കെ തോന്നാം. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സ് വെച്ചുകൊണ്ട് ദൈവാധീനത്തിൽ കൂടുതൽ ഊന്നൽ കൊടുത്ത് മുന്നോട്ട് പോയാലേ ഈ ദോഷങ്ങളൊന്നും കൂടുതൽ നമ്മളെ ബാധിക്കില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.